ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നിന്നും പുതിയതായി ഒരു മെയിൽ വന്നിട്ടുണ്ട്. കീപ് ഇറ്റ് ഫ്രഷ് ടു ഫൈൻഡ് ന്യൂ ഫാൻസ് എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് പുതിയ ഫാൻസിനെ എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിൽ എന്താണ് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ മെസ്സേജ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്നതാണ് വിജയി. അപ്പോൾ ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എങ്ങനെ കൂടുതൽ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് നമ്മുടെ കണ്ടന്റ് എത്തിക്കാം, ഇതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മെയിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഗെറ്റ് ദ ടിപ്സ് എന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ടിപ്സ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രോയിങ് യുവർ ചാനൽ എന്ന് കാണാം. ഇതിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിലേക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ എത്തിക്കാം എന്നതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ആദ്യമായി ഇവിടെ കാണിച്ചിരിക്കുന്നത് യുവർ ഓഡിയൻസ് ആൻഡ് ദി അൽഗോരിതം എന്നാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടിപ്പ് തരുന്നുണ്ട്. അതായത് നമ്മുടെ അൽഗോരിതം അത് വീഡിയോസിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ വ്യൂവേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, ഫോക്കസ് ഓൺ മേക്കിംഗ് വീഡിയോസ് ദാറ്റ് മേക്ക് യുവർ വ്യൂവേഴ്സ് ഹാപ്പി. നമ്മുടെ വ്യൂവേഴ്സിനെ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് എല്ലാം മേക്ക് ചെയ്യാനാണ് ഇവിടെ നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഇവിടെ പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ്. അതായത് വ്യൂവേഴ്സ് ഹിസ്റ്ററി നോക്കിയാണ് അവർ വീഡിയോസ് എല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് എത്ര നേരമാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തിരിക്കുന്നത്, അതുപോലെ എവിടെയാണ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യപ്പെട്ടത്, അതുപോലെ ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ ലൈക്ക് ചെയ്തത്. ഇത്തരത്തിലുള്ള കുറെ അനാലിസിസ് എല്ലാം ചെയ്തതിന് ശേഷമാണ് യൂട്യൂബ് ഒരു വീഡിയോ ഓഡിയൻസിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നമ്മുടെ കമൻസ്, സ്റ്റോറീസ്, കമ്മ്യൂണിറ്റി ഇവയെല്ലാം യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫാൻസുമായി എൻഗേജ്ഡ് ആകാൻ സാധിക്കും. അതായത് അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് നമ്മുടെ ബോണ്ടിങ് നിലനിർത്താനും സാധിക്കും. ഇനി അടുത്തതായി ഇവിടെ പറയുന്നത് യൂസ് ഡാറ്റ ടു മേക്ക് ഡിസിഷൻസ്. അതായത് നമുക്ക് യൂട്യൂബിൽ ഒരു അനലിറ്റിക്സ് ടൂൾ ഉണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ഏത് പോർഷനാണ് നമ്മുടെ വീഡിയോയിൽ കണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് അനലിറ്റിക്സ് എല്ലാം നടത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് യുവർ വ്യൂവേഴ്സ് ഇന്ററാക്ട്. അപ്പോൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലായി ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ലെങ്ത് വർക്ക് ബെസ്റ്റ്, ഏത് ലെങ്ത്തിലുള്ള വീഡിയോസ് ആണ് കൂടുതലായി നമുക്ക് വർക്ക് ആകുന്നത്. ഇതുപോലെ ഒരുപാട് അനലിറ്റിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പേർ റിട്ടേണിംഗ് വ്യൂസ് നമുക്ക് കിട്ടി, എത്ര ന്യൂ വ്യൂവേഴ്സിനെ നമുക്ക് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ അനലിറ്റിക്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫിക് ആയ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ കണ്ടന്റ് എത്ര പേർ ഇഷ്ടപ്പെടുന്നു, എത്ര പേർ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഗ്രോത്ത് ഇത് വളരെയധികം പെട്ടെന്ന് നടക്കും. അടുത്തത് നമുക്കിവിടെ തന്നിരിക്കുന്നത് കീപ് യുവർ കണ്ടന്റ് ഫ്രഷ്. നമ്മുടെ കണ്ടന്റ് ഫ്രഷ് ആയി ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അടുത്ത ടിപ്പ് തന്നിരിക്കുന്നത് കൺസിഡർ കൊളാബറേഷൻ ആണ്. അതായത് മറ്റു ക്രിയേറ്റേഴ്സുമായി കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കണ്ടന്റ് അതുപോലെ നമ്മുടെ സ്കിൽസ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതുവഴി നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എല്ലാം സാധ്യമാകും. ഇനി അടുത്തതായി പറയുന്നത് ട്രൈ ഔട്ട് യൂട്യൂബ് ലൈവ്. അപ്പോൾ യൂട്യൂബ് സ്ട്രീമിങ്ങിലൂടെയും നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അടുത്തതായി തന്നിരിക്കുന്നത് പൈവറ്റ് യുവർ കണ്ടന്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ചാനലിന് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അത്ര വ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കണ്ടന്റ് നമ്മൾ ചേഞ്ചസ് വരുത്തുക എന്നതാണ്. വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് എല്ലാം വരുത്തി പുതിയ ടൈപ്പ് കണ്ടന്റ് എല്ലാം പരീക്ഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് മറ്റു വഴികളൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് കാറ്റഗറി ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ചാനലിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് എ സെക്കൻഡറി ചാനൽ.
അപ്പോൾ നമ്മുടെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് മറ്റൊരു ചാനൽ കൂടി തുടങ്ങി അതിൽ പുതിയ കണ്ടന്റ് എല്ലാം പരീക്ഷിച്ച് അതിൽ നിന്നും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ലേറ്റസ്റ്റ് ട്രെൻഡ്, അതുപോലെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നതാണ് യൂട്യൂബ് ഷോർട്സ്. നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമായി ഒരു ചാനൽ, ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി മറ്റൊരു ചാനൽ. ഈ രീതിയിൽ പല ക്രിയേറ്റേഴ്സും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിലൂടെ വളരെയധികം വ്യൂസ്, അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ മെയിലിൽ നിന്നും നമുക്ക് തരുന്ന ടിപ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിൽ വേണ്ട മോഡിഫിക്കേഷൻ എല്ലാം നടത്തി നിങ്ങളുടെ ചാനൽ സക്സസ് ആക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.